ചാവറ കൾച്ചറൽ സെന്ററിന് കീഴിൽ 1996 ആരംഭിച്ച ചാവറ മാട്രിമോണിയുടെ 30ാം വാർഷികാഘോഷം മെയ് 15-ന് കൊച്ചിയിൽ വെച്ച് നടക്കും. പ്രശസ്ത സിനിമാ താരം ഷീല ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്നതും ഭവനരഹിതരായ 3 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതും ഉൾപ്പെടെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ചാവറ മാട്രിമോണി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ചാവറ കൾച്ചർ സെന്ററിൽ പ്രവർത്തിക്കുന്ന ചാവറ മാട്രിമോണിയുടെ 30ാം വാർഷികം നാളെ വൈകുന്നേരം 6 മണിക്ക് ചാവറ കൾച്ചർ സെന്റർ തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് 1996 ചാവറ മാട്രിമോണി ആരംഭിക്കുന്നത്. വിശുദ്ധ ചാവറ പിതാവിന്റെ കുടുംബ ദർശനത്തെ അധികരിച്ചുകൊണ്ട് ആകാശമോക്ഷത്തിന് സമമായിരിക്കണം കുടുംബങ്ങളെന്ന ദർശനത്തെ, പ്രായപൂർത്തിയായ മക്കൾക്ക് അവരുടെ ജീവിത പങ്കാളികളെ തെരഞ്ഞെടുക്കുവാനായിട്ടുള്ള പരിപൂർണ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ആ ദർശനം 1880-കളിൽ പറഞ്ഞു പഠിപ്പിച്ച ചാവറ പിതാവിന്റെ ദർശനത്തെ അധികരിച്ചാണ് ചാവറ മാട്രിമോണി തുടങ്ങിയത്. 96-ൽ തുടങ്ങിയത്. ഇപ്പോൾ 30 വർഷം പൂർത്തിയാക്കുമ്പോൾ 2 ലക്ഷത്തിലധികം കുടുംബങ്ങളെ രൂപീകരിക്കുവാനായിട്ട് സാധിച്ചു. കേരളത്തിലും ഇന്ത്യക്ക് പുറത്തുമായി 32ഓളം ബ്രാഞ്ചുകളിലായിട്ട് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ചാവറ മാട്രിമോണിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജോൺസൺ സി അബ്രാഹമാണ് ഈ പ്രസ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ജനറൽ മാനേജർ ജോസഫ് മാത്യു സാറും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ചാവറ മാട്രിമോണി വളർന്നു പന്തലിച്ചതോടൊപ്പം തന്നെ KCBC പ്രോലൈഫ് സമിതിയുമായി ചേർന്ന് 4-ലധികം കുട്ടികളുടെ കുടുംബങ്ങളെ ആദരിക്കുന്ന ജീവസമൃദ്ധി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അത് 2011-ലായിരുന്നു. 2017-ൽ 40 വയസ്സ് കഴിഞ്ഞവർക്കായി സൗജന്യ സേവനം എക്സ്പ്രസ് മാട്രിമോണി എന്നുള്ള രീതിയിൽ ചാവറ മാട്രിമോണിയുടെ ഒരു എക്സ്റ്റൻഷൻ സർവീസായിട്ടത് തുടങ്ങുകയുണ്ടായി. തുടർന്ന് 2019-ൽ ഭിന്നശേഷിക്കാർക്ക് തങ്ങൾക്കിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ചാവറ മാട്രിമോണി ഒരുക്കുകയുണ്ടായി. ക്രിസ്മസ് കാലത്ത് സാന്ത്വന സ്പർശം എന്ന പേരിൽ അനാഥാലയങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ട് അവരെ കൂടുതലായിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ചേർത്ത് നിർത്തുന്ന ഒരു പ്രോഗ്രാം കൂടി ചാവറ മാട്രിമോണി മുന്നോട്ട് വെച്ചിരുന്നു. അതുപോലെ തന്നെ കാരുണ്യ സംഗമവും നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ചാവറ മാട്രിമോണി വളർന്നു വന്നതിന്റെ ഭാഗമായിട്ട് സാമൂഹിക പ്രതിബദ്ധതയുടെ 3-4 സെക്ഷൻസ് ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമീപകാലങ്ങളിൽ ഈ പുതുതായി ചെയ്തുകൊണ്ടിരിക്കുന്നത് 50 വയസ്സിന് മുകളിലേക്ക് എത്തി വിഭാര്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവർക്ക് തുടർന്ന് ജീവിതത്തിൽ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നതിൽ അവരെ സഹായിക്കാനായിട്ടുള്ളൊരു പുതിയൊരു ശുശ്രൂഷ മേഖല കൂടി ചാവറ മാട്രിമോണി തുറന്നിടുകയാണ്. അതിൽ ഓൾറെഡി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 30ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരുപാട് കർമ്മപദ്ധതിയുമായിട്ടാണ് ചാവറ മാട്രിമോണി മുന്നോട്ട് പോകുന്നത്. വലിയൊരു ദർശനത്തിന്റെ, ചാവറ പിതാവിന്റെ ദർശനത്തെ കുടുംബ ജീവിതത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് 2 ലക്ഷത്തിലധികം ആളുകളെ യോജിപ്പിച്ച് 4 ലക്ഷത്തോളം കുടുംബങ്ങൾ ചാവറ മാട്രിമോണിയിലൂടെ സാമൂഹിക മൂല്യങ്ങളെ, ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള കുടുംബജീവിതത്തിന് മാതൃകയാക്കുന്ന രീതിയിലുള്ള സജീവമായിട്ടുള്ള സർവീസാണ് ചാവറ മാട്രിമോണിയിലൂടെ നടക്കുന്നത്. ചാവറ ഫാമിലി വെൽഫെയർ സെന്റർ എന്ന് പറഞ്ഞായിരുന്നത് തുടങ്ങുന്നത്. 1996-ൽ തുടങ്ങുമ്പോൾ അന്നത്തെ ഡയറക്ടർ ആയിരുന്നത് ഫാദർ ജോബ് മൈലാടിയിലാണ് ഈ ആശയത്തെ മുന്നോട്ട് വെച്ചിട്ട് ഈ ചാവറ മാട്രിമോണി തുടങ്ങുന്നത്. ഫാമിലി വെൽഫെയർ സെന്റർ എന്നായിരുന്നു അതിന്റെ ആധികാരികമായ നിയമം. അതിൽ നിന്ന് വളർന്നു വന്ന ഓൺലൈൻ ഡാറ്റ ബാങ്കാണ് ചാവറ മാട്രിമോണി. അത് സജീവമായി പോകുന്നു. അത് പെർ ഡേ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ആളുകൾ വിസിറ്റ് ചെയ്യുകയും യുവതിയുവാക്കന്മാരും പാരൻസും വിസിറ്റ് ചെയ്യുകയും സജീവമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 30ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന കർമ്മ പദ്ധതികളെ കുറിച്ചും നാളെ നടക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ചും പൊതുസമ്മേളനത്തെ കുറിച്ചും സംസാരിക്കുവാനായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജോൺസൺ സി അബ്രാഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 1996-ല് കൊച്ചിയിലെ ചാവറ കൾച്ചർ സെന്ററിലാണ് ചാവറ മാട്രിമോണിക്ക് തുടക്കം കുറിക്കുന്നത്. പൊതുവെ ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, സന്യാസ ജീവിതം നയിക്കുന്ന അച്ഛന്മാർ എന്തിനാണ് ദല്ലാൽ പണിക്കിറങ്ങുന്നത് എന്ന്. അന്നൊരു നിലനിന്നിരുന്ന ഒരു കമ്മീഷൻ ബ്രോക്കറേജ് സമ്പ്രദായത്തിന് നിന്നും വ്യത്യസ്തമായി അന്നത്തെ ഡയറക്ടറായിരുന്ന ഫാദർ ജോബ് മൈലാടിയിലച്ഛനാണ് ഈ ഒരു തുടക്കം, ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അന്ന് ഈ ഇന്നത്തെ പോലെയല്ല,
ഒരു മാസം 3-4 പേര് മാത്രം രജിസ്റ്റർ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഫോട്ടോ തന്നാൽ അത് മോർഫ് ചെയ്തിടുക എന്നുള്ള ടെൻഷൻ കാരണം അങ്ങനെ അന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ ഫോട്ടോ പോലും തരാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അച്ഛനെടുത്ത ഒരു ഉറച്ച തീരുമാനമാണ് സ്കൂളും കോളേജും ഹോസ്പിറ്റലും മാത്രമല്ല സഭയുടെ കീഴിൽ നല്ല കുടുംബങ്ങൾ, ഉത്തമ കുടുംബങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്ന ചാവറ പിതാവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംരംഭം ആരംഭിക്കുക. പക്ഷെ പലപ്പോഴും പലയിടത്തുനിന്നും അൽ ജസീറയിൽ നിന്നും അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള പത്രങ്ങളിൽ ഒത്തിരി വാർത്ത വന്നിട്ടുണ്ട്. പാരിഷ് പ്രീസ്റ്റ് ടേൺ മാച്ച് മേക്കിംഗ്, അച്ഛന്മാര് മാച്ച് മേക്കിങ്ങിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിന് അകത്തും പുറത്തും അതുപോലെ തന്നെ USA അടക്കം 32 ബ്രാഞ്ച് ആരംഭിക്കുവാനും ഇത്തരത്തിലൂടെ ഈ ഒരു സംരംഭത്തിലൂടെ ലക്ഷക്കണക്കിന് വിവാഹങ്ങൾക്ക് വേദി ഒരുക്കുവാനും ചാവറയ്ക്ക് സാധിച്ചു എന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ചാവറ കൾച്ചറൽ സെന്ററിന്റെ വിവിധമായ ശാഖകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിലൊരു ശാഖ മാത്രമാണ് ചാവറ മാട്രിമോണി. അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം, അതുപോലെ തന്നെ ഫ്രഞ്ച് കോഴ്സ്, ജർമ്മൻ കോഴ്സ്, ഫിലിം സ്കൂള്, അതുപോലെ തന്നെ പബ്ലിക് ലൈബ്രറി, ഇങ്ങനെ ഒത്തിരി 55 വർഷം പൂർത്തിയാക്കുന്ന ചാവറ കൾച്ചർ സെന്ററിന്റെ ഒരു ഡിവിഷനാണ് ചാവറ മാട്രിമോണി. ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. 30-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യം ആരംഭിച്ച ഒരു മാട്രിമോണി, ഒരു ക്രിസ്ത്യൻ മാട്രിമോണി എന്ന നിലയിൽ മാത്രമല്ല ഈ ഒരു സംസ്കാരത്തിന് തുടക്കം കുറിച്ചത് ചാവറ കൾച്ചർ സെന്ററിലാണ്. ചാവറ കൾച്ചർ സെന്ററിന്റെ 30-ാം വാർഷികം നാളെ വൈകിട്ട് 5:30 മണിക്ക് പ്രശസ്ത നടി ഷീല ഞങ്ങളെ ഈ 30-ാം വർഷത്തിന്റെ ആഡ് പോലും ഇപ്രാവശ്യം ഷീലയാണ് ചെയ്യുന്നത്. അതും ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത്. ഇന്നത്തെ തലമുറ വെഡിങ്ങിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. വെഡിങ്ങിനോടനുബന്ധിച്ച ചടങ്ങുകളും ആഘോഷങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് വിവാഹ ജീവിതത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വിവാഹ ജീവിതം എന്താണ്, അതുപോലെ വെഡിങ് എന്താണ് എന്ന് അർത്ഥമാക്കുന്ന ഒരു കൊമേഴ്സ്യൽ ആഡ് കഴിഞ്ഞ ആഴ്ച ഷീല എത്തിയിരുന്നു. ഷീലമ്മ എത്തി ഇവിടെ ഷൂട്ട് ചെയ്തു. നാളെ ഈ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനും അവരെത്തുന്നുണ്ട്. അതുപോലെ സന്തോഷ് ജോർജ് കോളങ്ങര സാർ എത്തുന്നുണ്ട്. ജോസഫ് അന്നംകുട്ടി ജോസ്, സിജോയ് MP, MLA, അതുപോലെ തന്നെ കൗൺസിലർ KP കൃഷ്ണകുമാർ അടക്കം നാളത്തെ ചടങ്ങുകൾക്ക്, ചാവറയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് അവര് മുഖ്യാതിഥികളായിട്ട് എത്തുകയാണ്. ഇതിനോടനുബന്ധിച്ച് ചാവറ മാട്രിമോണി ഈ ഒരു 30-ാം വർഷം ആഘോഷിക്കുമ്പോൾ 30 കർമ്മ പദ്ധതികൾ ഈ ഒരു വർഷം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെ ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. തൊട്ടടുത്തുള്ള സെന്റ് ജോസഫ് UP സ്കൂൾ കരിത്തല, അവിടെ ഒരു കമ്പ്യൂട്ടർ ലാബും അതോടൊപ്പം തന്നെ 100ഓളം കുട്ടികൾക്ക് യൂണിഫോം, അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ് അവർ അവിടെ കൂടുതലും പഠിക്കുന്നത്. അവർക്ക് നാളെ നടക്കുന്ന ചടങ്ങിൽ അവർക്ക് അതിന്റെ ഡ്രസ്സ്, യൂണിഫോം വിതരണം, കമ്പ്യൂട്ടർ ലാബിനുള്ള തുടക്കം കുറിക്കുന്നു. അതുപോലെ തന്നെ മുളന്തുരുത്തിയിലെ ബെത്ലഹേം ജീറിയാട്രിക് സെന്ററിലെ അച്ഛൻ ഫാദർ അനിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 200ഓളം പേരെയാണ് അവിടെ അവരെ പാർപ്പിച്ച് അവർക്ക് സാന്ത്വന സ്പർശം നൽകിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ ആവശ്യപ്രകാരം കാർഡിയാക് ടേബിൾ, കിടന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ഉപകരിക്കുന്ന കാർഡിയാക് ടേബിൾ അദ്ദേഹം ആവശ്യപ്പെട്ടനുസരിച്ച് 80ഓളം കാർഡിയാക് ടേബിളുകൾ അച്ഛന് കൈമാറുന്നു. അതിന്റെ 2ന്റെയും നാളെ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ചാവറ പിതാവ് വിഭാവനം ചെയ്ത പിടിയരി, നിങ്ങൾക്ക് പലർക്കും അറിയാമെന്നറിയില്ല, ഒരു ദിവസം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു പിടി അരി മാറ്റി വെക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു അന്ന് പാവപ്പെട്ടവർ, അശനർക്കും ആലംബഹീനർക്കും അത് ആഴ്ചയിൽ വരുന്നവർക്ക് അത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം വീടുകളിൽ നിലനിന്നിരുന്നു. അതെന്നോണം ആ ഒരു ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് പിടിയരി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും, അതുപോലെ കോട്ടയത്ത് നവദീപൻ ജോസഫിനടക്കമുള്ള അങ്ങനെ ദിവസേന 5000-ലധികം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റിലുണ്ട്. അവർക്ക് സഹായിക്കുന്ന ഒരു ഭക്ഷണ ഒരു പദ്ധതിയും കൂടി നമ്മൾ, ഹങ്കർ പ്രോജക്റ്റ് കൂടി നമ്മൾ അതോടൊപ്പം ആഗ്രഹിക്കുന്നു. അതുപോലെ വിവിധ രൂപതകളിൽ നിന്നും പുറത്തു നിന്നുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന 30 കുട്ടികൾക്ക് വിവാഹ നിധി നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ക്യാൻസർ രോഗബാധിതരായ കുട്ടികൾ ഞങ്ങളെ കഴിഞ്ഞ ഏതാനും ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. ക്യാൻസർ 19 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, ക്യാൻസർ ബാധിതരായ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ചേർത്തുകൊണ്ട് അവർക്കൊരു വലിയ സ്വപ്നമാണ് വിമാനയാത്ര, ഫ്ലൈറ്റ്. അപ്പൊ അതുകൊണ്ട് അവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരു അങ്ങനെ വിവിധമായിട്ടുള്ള, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 30ാമത്തെ വർഷത്തിൽ 3 ഭവനങ്ങൾ പണിത് നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ കർമ്മ
പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ നിമിഷം കേരളത്തിന്റെ ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു, വി.ഡി. സതീശൻ. അത് ചാവറയിലെ പല പരിപാടികളും പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ സമാപനം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു കർമ്മ പദ്ധതികൾക്ക് നാളെ തുടക്കം കുറിക്കുന്നു. 30ാം വാർഷിക ആഘോഷങ്ങളും നാളെ ആരംഭിക്കുകയാണ്. സഭയുടെ ജനറേറ്റിന് നേരിട്ട് കീഴിലുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ചാവറ കൾച്ചർ സെന്റർ. അപ്പോൾ നാളത്തെ ചടങ്ങിൽ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും ആദരണീയനായിട്ടുള്ള നടി ഷീലയാണെങ്കിലും നാളത്തെ ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റ് CMI സഭയുടെ ജനറൽ റവറൻഡ് ഡോക്ടർ പോൾ അച്ചാണ്ടിയച്ചനാണ്. ഫാമിലി അപ്പോസിലേറ്റിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ജനറൽ നേരിട്ടെത്തുന്നുണ്ട്. ഒപ്പം തന്നെ എഡ്യൂക്കേഷൻ മീഡിയ കൗൺസിലറുടെ കീഴിലാണ് ചാവറയുടെ ചെയർമാനായിരിക്കുന്ന ബിനോയ് എലോസെങ്കൽ ഫാദറും എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാനും കൂടി അധ്യക്ഷത വഹിച്ചാണ് ഈ ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുന്നത്. അത് വളരെ സോളമായിട്ട് തന്നെ നടക്കാനായിട്ട് ഫാമിലി അപ്പോസിലേറ്റിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ നാളത്തെ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു.